വീഡിയോയിൽ 7ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ് എന്ന പോവുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു സ്കൂൾഷിപ്പ്. നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ് രബീന്ദ്രനാഥ് ടാഗോർ ആണ് എഴുതിയിട്ടുള്ളത്. 1913 ഗീതാഞ്ജലി എന്നതിന്റെ കളക്ഷൻ ഓഫ് പോയംസിന് രബീന്ദ്രനാഥ് ടാഗോറിന് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ലഭിക്കുന്നത്. ഇന്ത്യയുടെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെയും നാഷണൽ ആന്തംസ് എഴുതിയിരിക്കുന്നതും രബീന്ദ്രനാഥ് ടാഗോർ ആണ്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്, അത്ഭുതത്തിലും വിസ്മയത്തിലും ഞാൻ പാടുന്നു. The sky is full of the sun and the stars. The universe is full of life. Among all these I have found a place, and in wonder and amazement I sing. First stanza നമുക്ക് നോക്കാം. The sky is full of the sun and the stars. ആകാശം നിറയെ നക്ഷത്രങ്ങളും സൂര്യനുമാണ്. The universe is full of life. പ്രപഞ്ചം നിറഞ്ഞ ജീവജാലങ്ങളാണ്. Among all these I have found a place. ഇതിനെല്ലാം ഇടയിൽ എനിക്കായി ഞാനൊരു സ്ഥലം കണ്ടെത്തി. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്, അതിലുള്ള അത്ഭുതത്തിലും വിസ്മയത്തിലും ഞാൻ പാടുന്നു. എന്താണ് ഈ ഫസ്റ്റ് സ്റ്റാൻസിയിലൂടെ പോയിന്റ് നമ്മളോട് ഷെയർ ചെയ്യുന്നത്? തന്റെ എക്സൈറ്റ്മെന്റ് ആണ് അല്ലെ. ഈ പ്രപഞ്ചത്തിൽ, ഈ യൂണിവേഴ്സിൽ, ഇത്രയും മനോഹരമായ, ഇത്രയും മജസ്റ്റിക് ആയ ഈ യൂണിവേഴ്സിൽ ജീവിക്കാൻ തനിക്കൊരു ഇടം കിട്ടിയതിലുള്ള തൻ്റെ എക്സൈറ്റ്മെന്റും അമേസ്മെന്റുമാണ് പോയിറ്റ് ഇവിടെ ഈ കവിതയിലൂടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് സ്റ്റാൻസയിൽ തന്നെ എക്സൈറ്റ് ചെയ്തതായിട്ട് പോയിറ്റ് സൂചിപ്പിച്ചിട്ടുള്ളത്? സ്കൈയും അതുപോലെ സ്കൈയിലെ സ്റ്റാർസും സണ്ണും, പിന്നെയോ യൂണിവേഴ്സിൽ ആകമാനമുള്ള ജീവജാലങ്ങൾ. ലൈഫ് എന്നിവിടെ സൂചിപ്പിക്കുന്നത് എല്ലാ ജീവജാലങ്ങളെയും എന്ന അർത്ഥത്തിലാണ് കേട്ടോ. ഇനിയോ പറയുന്നത് എന്താണ്? ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ്, ഇതിനെല്ലാം നടുവിൽ, ഇതിനെല്ലാം ഇടയിൽ ഞാൻ എനിക്കായി ഒരു സ്ഥലം കണ്ടെത്തി എന്ന് പറയുമ്പോൾ പോയിട്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഈ പറയുന്ന ക്രീച്ചേഴ്സിൻ്റെയും ഓർഗാനിസങ്ങളുടെയും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഫെനോമന, ഒരുപാട് പ്രകൃതി പ്രതിഭാസങ്ങളുണ്ടല്ലേ. അപ്പോൾ അതിനെല്ലാം ഇടയിൽ തനിക്കും ഇങ്ങനെ ജീവിക്കാൻ ഒരു പ്ലേസ് കിട്ടി എന്നതിലുള്ള ആ എക്സൈറ്റ്മെന്റ് ആണ് പോയിറ്റ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ച്, എല്ലാവരെ സംബന്ധിച്ചുമുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഈ യൂണിവേഴ്സ് ഇത്ര വാസ്റ്റ് ആണ്. യൂണിവേഴ്സിൽ എന്താണ്, യൂണിവേഴ്സിൽ തന്നെ എന്താണ്, പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ പോയിട്ട് ആദ്യം പറഞ്ഞു വെച്ചത് സ്കൈ ഉണ്ട്, സ്റ്റാർസ് ഉണ്ട്, സണ്ണുണ്ട്, അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഓർഗാനിസങ്ങളുണ്ട്. ഇതിനെല്ലാം ഇടയിൽ നമുക്കും ഒരു സ്പേസ് കിട്ടി എന്ന് പറയുന്നത് തന്നെ എന്താണ്, വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിലുള്ള അമേസ്മെന്റ് ആണ് പോയിറ്റ് ഈ ഫസ്റ്റ് സ്റ്റാൻസയിലൂടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, The world is swayed by eternity's rushing tide, rising and falling. I have felt it stuck in my blood, racing through my veins, and in wonder and amazement I sing. നോക്കാം. The world is swayed by eternity's rushing tide. അപ്പോൾ ഇറ്റേണിറ്റിയുടെ, അതായത് നിത്യമായ കാലത്തിന്റെ തിരമാലകളിൽ ലോകം ഇങ്ങനെ ആടുകയാണ്. ടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേലിയേറ്റം, വേലിയിറക്കം, അതാണ് ടൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കാലത്തിന്റെ വേലിയേറ്റത്തിലും വേലിയിറക്കത്തിലുമൊക്കെ ലോകം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. റൈസിങ് ആൻഡ് ഫോളിങ്, ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ് സ്റ്റക്ക് ഇൻ മൈ ബ്ലഡ്, റേസിംഗ് ത്രൂ മൈ വെയിൻസ്. അങ്ങനെ ഈ കാലത്തിന്റെ വേലിയേറ്റ വേലിയിറക്കങ്ങളുടെ ഉയർച്ച താഴ്ചകളുണ്ടല്ലേ. അപ്പൊ വേലിയേറ്റ സമയത്ത് എന്താണ്, വാട്ടർ ലെവല് ഓഷ്യനിൽ കൂടും. വേലിയിറക്ക സമയത്ത്, ലോ ടൈഡിന്റെ സമയത്ത് വാട്ടർ ലെവല് താഴും. അപ്പൊ അതുപോലെ തന്നെ ഈ കാലത്തിന്റെ ഈ വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിലും എന്താണ്, റൈസിങ് ആൻഡ് ഫോളിംഗ് ഉണ്ട്, ഉയർച്ച താഴ്ചകളുണ്ട്. അപ്പോ ഈ വേലിയേറ്റങ്ങളുടെ, കാലത്തിന്റെ വേലിയേറ്റത്തിന്റെ, ഈ പറയുന്ന കാലത്തിന്റെ വേലിയേറ്റത്തിന്റെ റൈസിങ് ആൻഡ് ഫോളിംഗ്, ഉയർച്ച താഴ്ചകൾ തനിക്ക് തൻ്റെ ഞരമ്പുകളിലൂടെ കുതിച്ചൊഴുകുന്ന ബ്ലഡിൽ അറിയാൻ കഴിയുമെന്നാണ് പോയിറ്റ് പറയുന്നത്. അത് എന്തായിട്ട് അറിയാൻ കഴിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ടഗ്ഗായിട്ട്, ഒരു പിടിവലിയായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാണ് പോയിറ്റ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. അങ്ങനെ ഈ ഒരു കാര്യത്തിലും ഞാൻ എന്ത് ചെയ്യുകയാണ്, വളരെയധികം അമേസ്ഡ് ആവുകയാണ്. അതോർത്ത് ഞാൻ പാട്ടുപാടി പോവുകയാണ്.
അപ്പോൾ ഇവിടെ നമുക്കറിയാം ടൈം എന്ന് പറയുന്നത് എന്താണ്, ഇൻഫിനിറ്റ് ആണ് അല്ലേ. ടൈമിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണ് അല്ലെങ്കിൽ എൻഡിങ് എവിടെയാണെന്ന് നമുക്ക് ഒരു നിശ്ചയവുമില്ല, നമുക്ക് അറിവില്ല. നമ്മൾ എന്താണ് ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഒരു എന്താണ് 70-80 വർഷം മാത്രം നമ്മൾ ഇവിടെ ജീവിച്ചു പോകുന്നു. അതല്ലാതെ ഈ സമയം എവിടെ തുടങ്ങുന്നു, സമയം എവിടെ അവസാനിക്കുന്നു എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഈ ഇറ്റേണൽ ആയിട്ടുള്ള ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഈ ടൈമിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമേ നമ്മളെല്ലാം എന്ത് ചെയ്യുന്നുള്ളൂ, അറിയുന്നുള്ളൂ. അപ്പോൾ ആ ചെറിയൊരു പാർട്ടിനെ എന്താണ് നമ്മുടെ കൈപ്പിടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു പിടിവലി നടത്തുന്നത്. അപ്പോൾ നിത്യമായ കാലത്തിൻ്റെ അടുത്ത് നിന്നും നമുക്ക് വേണ്ടി നമ്മളിങ്ങനെ ചെറിയൊരു സമയത്തെ ഇങ്ങനെ പിടിച്ചു വലിച്ചു മേടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പോയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായ വേർഡ്സ് ഒക്കെയാണ് ഉപയോഗിച്ചതെങ്കിലും വളരെ ഫിലോസോഫിക്കലായിട്ടുള്ള തത്വശാസ്ത്രപരമായിട്ടുള്ള കുറേയധികം ഐഡിയാസ് ഈ പറയുന്ന സ്റ്റാൻസിയിൽ പോയിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പലതവണ വായിച്ച് നമ്മളത് മനസ്സിലിട്ട് ആലോചിച്ചാൽ മാത്രമേ ഈ സ്റ്റാൻസയുടെ മീനിങ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. കാരണം ടാഗോറിൻ്റെ കവിതകൾക്കുള്ള ഒരു ഫിലോസോഫിക്കൽ സ്പിരിച്വൽ നേച്ചർ ഈ ഒരു കവിതയ്ക്കും ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പ്രത്യേകതയുണ്ടെന്ന് പറയാൻ കാരണം. ഒന്നുകൂടി ഈ സ്റ്റാൻസ് നോക്കിക്കോളൂ. ദ വേൾഡ് ഈസ് സ്വേഡ് ബൈ ഇറ്റേണിറ്റീസ് റഷിംഗ് ടൈം. അപ്പോൾ നിത്യമായ കാലത്തിൻ്റെ ഇരച്ചെത്തുന്ന തിരമാലകളിൽ, വേലിയിറക്ക തിരമാലകളിൽ ലോകമിങ്ങനെ ആടുകയാണ്. റൈസിംഗ് ആൻഡ് ഫോളിംഗ്, ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ് സ്റ്റക്ക് ഇൻ മൈ ബ്ലഡ് റേസിംഗ് ത്രൂ മൈ വെയിൻസ്. ഈ കാലത്തിൻ്റെ വേലിയേറ്റങ്ങളുടെ വേലിയിറക്കങ്ങളുടെ ഉയർച്ച താഴ്ചകൾ എൻ്റെ ഞരമ്പുകളിലൂടെ ഒഴുകുന്ന ബ്ലഡിൽ പിടിവലിയായി എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. അതിലുള്ള അത്ഭുതത്തിലും വിസ്മയത്തിലും ഞാൻ പാടുന്നു എന്നാണ് പോയിറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, സമയത്തെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ടൈം. അപ്പോൾ ഇൻഫിനിറ്റ് ആണ് ടൈം എന്ന് പറയുന്നത്, അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലേ. ആ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ടൈമിൽ നിന്ന് നമ്മളെടുത്ത ആ ചെറിയ ഭാഗം തന്നെ എന്താണ്, അതിൽ തന്നെ എന്താണ് റൈസിങ് ആൻഡ് ഫോളിങ് ഉണ്ട് അല്ലേ. ലൈഫ് എന്ന് പറയുന്നത് ചിലപ്പോൾ റൈസിങ് ആണ്, നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും, ചിലപ്പോൾ മോശം എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ സമയത്തിൻ്റെ ആ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതുകൂടാതെ മറ്റൊന്നുകൂടി നടക്കുന്നുണ്ടെന്നാണ്, ഈ ഇൻഫിനിറ്റ് ആയ ടൈമിൻ്റെ അടുത്തേക്ക് നമ്മളെന്താണ് അവിടുന്ന് ഒരു പിടിച്ചുവലി നമ്മൾ നടത്തുന്നുണ്ട്. എന്താണ്, നമുക്ക് വേണ്ടി കുറച്ചൊരു ടൈം നമ്മളിങ്ങനെ ഇത്ര കാലം ജീവിക്കണം എന്നൊക്കെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പം നമ്മളൊരു പിടിവലി നടത്തുകയാണ്. ഇൻഫിനിറ്റ് ടൈമിൽ നിന്നും നമുക്ക് വേണ്ടി കുറച്ച് ടൈം ഇങ്ങനെ പിടിച്ചു വലിച്ചു വാങ്ങാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ തനിക്ക് തൻ്റെ രക്തത്തിൽ അറിയാൻ കഴിയുന്നുമുണ്ടെന്നാണ് പോയറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിലുള്ള, ഈ യൂണിവേഴ്സിലുള്ള, ഈ വേൾഡിലുള്ള മനുഷ്യരുടെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സ്റ്റാൻസയിൽ പോയിറ്റ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇൻ ദിസ് സ്റ്റാൻസ പോയിറ്റ് സ്പീക്സ് അബൌട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് ലിവിങ് ബീയിങ്സ് ഇൻ യൂണിവേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ യൂണിവേഴ്സിലുള്ള നമ്മുടെ എക്സിസ്റ്റൻസ്, ആ എക്സിസ്റ്റൻസ് എത്ര കാലത്ത്, അതൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ മാത്രമുള്ള ഒരു എക്സിസ്റ്റൻസ് ആണ് അല്ലേ. എന്നാൽ പോലും അത് ഇൻഫിനിറ്റ് ആയ ടൈമിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്നാണ് പോയിറ്റ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ലോകത്തെ നിയന്ത്രിക്കുന്നത് തന്നെ എന്താണ്, കാലമാണ് അല്ലേ. അപ്പോൾ കാലത്തിൻ്റെ ആ ടൈമിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ലിവിങ് ഓർഗാനിസത്തിൻ്റെ എക്സിസ്റ്റൻസുമാണ് ഈ ഒരു സ്റ്റാൻസയിൽ പോയിന്റ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കതൊരു അമേസിങ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പോയിറ്റ് എന്ത് ചെയ്യാണ്, കൂടുതൽ ആശ്ചര്യപ്പെട്ടു പോവുകയാണ്, അതിലോർത്ത് പാട്ടുപാടി പോവുകയാണ്. While walking in the woodlands, with my feet I have touched the blades of grass. I have been startled by the flowers' fragrance. They have all maddened my mind. The gifts of gladness and joy are strewn all around, and in wonder and amazement I sing. Noku? While walking in the woodlands, with my feet I have touched the blades of grass. അപ്പോൾ ഇപ്പോൾ പോയിട്ട് എവിടെയാണുള്ളത്, വുഡ്ലാൻഡ്സിലൂടെ നടന്നപ്പോഴുള്ള എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ വുഡ്ലാൻഡ്സിലൂടെ, വനത്തിലൂടെ താൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് താൻ തൻ്റെ എന്താണ് കാലുകൊണ്ട് ഈ ഗ്രാസുകളുടെയൊക്കെ പുൽച്ചെടികളുടെയൊക്കെ ബ്ലേഡ്സിനെ, അതായത് ഇലയുടെ പരന്ന പ്രതലമുണ്ടല്ലോ, ഇലയുടെ ആ പരന്ന പ്രതലത്തെ ടച്ച് ചെയ്യുമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടച്ച് ചെയ്യുന്നതിലൂടെ എന്താണ്, പുൽച്ചെടികളുടെ ആ ഇലകളുടെ
പരന്ന പ്രതലത്തെ ടച്ച് ചെയ്യുന്നതിലൂടെ എന്താണ് പോയിട്ട് യൂണിവേഴ്സുമായിട്ടൊരു കണക്ഷൻ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഐ ഹാവ് ബീൻ സ്റ്റാർട്ടൽഡ് ബൈ ദ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്, ദേ ഹാവ് ഓൾ മാഡൻഡ് മൈ മൈൻഡ്. ഇനി നോക്കൂ, ഈ വനത്തിലെ ഫ്ലവേഴ്സിന്റെ ഫ്രാഗ്രൻസ് മീൻസ് സ്വീറ്റ് സ്മെൽ. ഈ സുഗന്ധമുള്ള ഈ പുഷ്പങ്ങൾ ഇദ്ദേഹത്തെ എന്താക്കി എന്നാണ് പറയുന്നത്, ഭ്രാന്ത് പിടിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പുൽച്ചെടികളും അതുപോലെ തന്നെ ഈ വനത്തിലെ ഈ ഫ്ലവേഴ്സും എല്ലാം തന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇതാണ്, ഈ പ്രപഞ്ചത്തിലെ വിസ്മയങ്ങൾ, പ്രപഞ്ചത്തിലെ നിരവധിയായിട്ടുള്ള ഈ സൃഷ്ടികളെല്ലാം തന്നെ എന്ത് ചെയ്യുകയാണ്, തന്നെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്. അതിൻ്റെ ആ ഒരു ഭംഗിയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മനോഹാരിതയെക്കുറിച്ചും അതിൻ്റെ ആ മജസ്റ്റിക് ആയിട്ടുള്ള അപ്പിയറൻസിനെ കുറിച്ചും ഒക്കെ ആലോചിച്ച് പോയിട്ട് ഭ്രാന്ത് പിടിച്ചു പോവുകയാണെന്നാണ് പോയിട്ട് പറയുന്നത്. ദ ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ് ആർ സ്ട്രൂൺ ഓൾ എറൗണ്ട്. ഇനി നോക്കൂ, എന്താണ് പറഞ്ഞിരിക്കുന്നത്, സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയുമായ കുറേയധികം സമ്മാനങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചം എന്നാണ് പോയിട്ട് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ പറഞ്ഞ സമ്മാനങ്ങൾ? ഈ പറയുന്ന സമ്മാനങ്ങളാണ് ഈ വുഡ്ലാൻഡ്സിൽ കണ്ടിട്ടുള്ള ഈ ഫ്ലവേഴ്സും വുഡ്ലാൻഡ്സിലെ ഈ പറഞ്ഞ ഗ്രാസും അതുപോലെ തന്നെ സ്കൈയും സ്റ്റാർസും എല്ലാം പ്രപഞ്ചം ഇങ്ങനെ നമുക്ക് സന്തോഷത്തിന് വേണ്ടി നിരത്തിയിട്ടിരിക്കുന്ന ഗിഫ്റ്റ്സ് ആയിട്ടാണ്, സമ്മാനങ്ങളായിട്ടാണ് പോയിട്ട് മനസ്സിലാക്കുന്നത്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. അങ്ങനെ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ പോയിട്ട് വീണ്ടും എന്ത് ചെയ്യുകയാണ്, അമേസ്ഡ് ആവുകയാണ്. ആ അമേസ്മെന്റിൽ വീണ്ടും പാട്ട് പാടുകയാണ്. I have pricked my ears, I have opened my eyes, I have bared my heart to the world. In the midst of the known, I have sought the unknown, and in wonder and amazement I sing. നോക്കാം, ഐ ഹാവ് പ്രിക്ഡ് മൈ ഇയേഴ്സ്. ഞാൻ എൻ്റെ ചെവികൾ എന്ത് ചെയ്യുകയാണ്, കുത്തിത്തുളച്ചു എന്നാണ് പറയുന്നത്. ഐ ഹാവ് ഓപ്പൺഡ് മൈ ഐസ്. ഞാൻ എൻ്റെ കണ്ണുകളൊക്കെ കൂടുതൽ തുറന്നു. ഐ ഹാവ് ബെയർഡ് മൈ ഹാർട്ട് ടു ദ വേൾഡ്. ഇനിയോ, എൻ്റെ ഹൃദയം മുഴുവൻ ഞാൻ ഈ വേൾഡിന്, ലോകത്തിന് മുൻപാകെ തുറന്നു കാണിച്ചു. ഇതിനായിരിക്കാം പോയിട്ട് ഇത്രയധികം കാര്യങ്ങൾ ചെയ്തത് എന്നാണ് നമ്മൾ അടുത്ത ലൈൻസിൽ കാണുന്നത്. ഇൻ ദ മിഡസ്റ്റ് ഓഫ് ദ നോൺ ഐ ഹാവ് സോഡ് ദി അൺനോൺ. അപ്പോൾ പോയിറ്റിനെ സംബന്ധിച്ച് ഈ യൂണിവേഴ്സിലുള്ള എല്ലാ കാര്യങ്ങളും എ കോസ് ഓഫ് ജോയ് അല്ലെങ്കിൽ എ കോസ് ഓഫ് വണ്ടർ. എല്ലാ സംഗതികളും ഈ യൂണിവേഴ്സിലെ സ്കൈയും പ്ലാനറ്റ്സും അല്ലെങ്കിൽ സ്റ്റാർസും ഈ വുഡ്ലാൻഡ്സും അതുപോലെ തന്നെ ഇനി ഓഷ്യനോ എന്തുമായിക്കൊള്ളട്ടെ, ഇതെല്ലാം പോയിറ്റിനെ സംബന്ധിച്ച് സന്തോഷത്തിനുള്ള അല്ലെങ്കിൽ ആശ്ചര്യത്തിനുള്ള കാരണങ്ങളാണ്, അല്ലെ? എ കോസ് ഓഫ് ജോയ് ആണ് ഇതെല്ലാം പോയിറ്റിനെ സംബന്ധിച്ച്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പോയിട്ട് ഒത്തിരിയധികം എന്ത് ചെയ്യുന്നുണ്ട്, ചെറിഷ് ചെയ്യുന്നുണ്ട്, ഒത്തിരിയധികം വാല്യൂ കൊടുക്കുന്നുണ്ട് ഈ സംഗതികൾക്കെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയിറ്റിന് ഇനിയും എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് കാണാൻ ആഗ്രഹമാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇൻ ദ മിഡസ്റ്റ് ഓഫ് ദ നോൺ ഐ ഹാവ് സോഡ് ദി അൺനോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അറിയാവുന്നതിൻ്റെ നടുവിൽ നിന്നും എനിക്കിനിയും അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച്, എനിക്കിനിയും കണ്ടെത്തേണ്ട വിസ്മയങ്ങളിലെ അന്വേഷിച്ച് ഞാൻ പോവുകയാണെന്നാണ് പോയിട്ട് പറയുന്നത്. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഓൾറെഡി പോയിറ്റിന് അറിയാവുന്നത്, വാട്ട് ഈസ് ഓൾറെഡി നോൺ ടു പോയിറ്റ്. ഇപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്കൈ, സ്റ്റാർസ് അല്ലെങ്കിൽ വുഡ്ലാൻഡ്സ്, ഓഷ്യൻസ്, ഇതെല്ലാം പോയിറ്റിന് പോയിട്ട് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വണ്ടേഴ്സ് ഓഫ് യൂണിവേഴ്സ് ആണ്, അല്ലേ? ഇപ്പം ഇനി പോയിറ്റിന് അറിയേണ്ടത് ഇതെല്ലാം വളരെ മനോഹരമാണ്, വളരെ ഇൻസ്പിറേഷണൽ ആണ്. അപ്പോൾ ഇനി ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെ വണ്ടേഴ്സ് ആണ് യൂണിവേഴ്സിൽ ഉള്ളതെന്ന് പോയിറ്റിന് അറിയണം. അതിനു വേണ്ടിയാണ് പോയിറ്റ് എന്ത് ചെയ്യുന്നത്, ആദ്യം പറഞ്ഞതുപോലെ തൻ്റെ ചെവി തുളയ്ക്കുന്നു, തൻ്റെ കണ്ണ് തുറക്കുന്നു, തൻ്റെ ഹൃദയം തന്നെ വെട്ടി തുറന്നു വെച്ചിരിക്കുന്നു ലോകത്തിന് മുൻപിൽ. എന്തിനു വേണ്ടിയാണ്? താൻ ഇനിയും കൂടുതൽ യൂണിവേഴ്സിൻ്റെ വണ്ടേഴ്സ് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, യൂണിവേഴ്സിൽ എന്തൊക്കെ വിസ്മയങ്ങൾ ഉണ്ടെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സീക്ക് ചെയ്യാൻ വേണ്ടി, അതെല്ലാം സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി, അതെല്ലാം സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് പോയിറ്റ് ഇങ്ങനെ ചെയ്യുന്നത്. വീണ്ടും പറയുന്നു, ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. ആശ്ചര്യത്തിലും അത്ഭുതത്തിലും ഞാൻ പാട്ട് പാടുന്നു. അപ്പോൾ വളരെ ലളിതമായിട്ടുള്ളൊരു പോമാണ്.
സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സും ഒക്കെയാണുള്ളത്. പക്ഷേ പോം ഡീൽ ചെയ്യുന്നത് ഒരു ഫിലോസോഫിക്കൽ തീമാണ്, തത്വശാസ്ത്രപരമായിട്ടുള്ള ഒരു തീമാണ്. ഓക്കെ, അപ്പം ഈ യൂണിവേഴ്സിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും എക്സിസ്റ്റൻസിനെ, നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിനെ അതിനെക്കുറിച്ചിട്ടാണ് പോയറ്റ് ഈ പോയത്തിൽ പറയുന്നുള്ളത്. ഓക്കെ, ആ പോയത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും എന്താണ്, യൂണിവേഴ്സിലെ ഓരോ കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ എന്താണ്, അമേസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, അമേസ്മെന്റ് സൃഷ്ടിക്കുന്നതാണെന്നാണ് പോയിട്ട് പറയുന്നത് അല്ലെ. പ്ലാനറ്റ്സിനെ കുറിച്ചും അല്ലെങ്കിൽ സണ്ണിനെ കുറിച്ചും സ്റ്റാർസിനെ കുറിച്ചും വുഡ്ലാൻഡ്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കതൊക്കെ ഭയങ്കര അത്ഭുതങ്ങളായിട്ടാണ് തോന്നുന്നത് അല്ലെ. അപ്പോൾ ഇത്രയും അത്ഭുതങ്ങൾക്കിടയിൽ നമുക്ക് ജീവിക്കാൻ ഒരു ചാൻസ് കിട്ടി എന്ന് പറയുന്നത് ചെറുതാണോ? അല്ല, ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് പോയിട്ട് എന്ത് ചെയ്യുന്നത്, ആ സന്തോഷത്തിൽ അമ്പരപ്പിൽ ഇങ്ങനെ പാട്ട് പാടുന്നത്. എന്നിട്ടോ പോയിട്ട് വീണ്ടും ആഗ്രഹിക്കുകയാണ്, തനിക്ക് കാണാനും കേൾക്കാനും ഇതുവരെ കുറേ അത്ഭുതങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലെ. ഈ അത്ഭുതങ്ങൾക്കും അപ്പുറത്തേക്ക് കുറേയധികം അത്ഭുതങ്ങൾ ഇനിയും ഉണ്ടാവില്ലേ. അപ്പൊ ആ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ക്യൂരിയോസിറ്റിയാണ്, ആകാംക്ഷയാണ് പോയിറ്റിനെ ഇപ്പോഴെന്ത് ചെയ്യുന്നത്, നയിക്കുന്നത്. അതുകൊണ്ടാണ് പോയിറ്റ് ഇങ്ങനെ എന്താണ്, കണ്ണു തുറന്നും അല്ലെങ്കിൽ ഹാർട്ടൊക്കെ എന്താണ് തുറന്നു വെച്ചിട്ടും എന്താണ് ലോകത്തിന് മുന്നിൽ തുറന്നു വെച്ചും ഇരിക്കുന്നത്. കൂടുതലായിട്ട് തനിക്ക് ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തെ, അതിലെ വണ്ടേഴ്സിനെ മനസ്സിലാക്കണം, അത് തൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കണം എന്നുള്ള ആഗ്രഹത്താലാണ് പോയിറ്റ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ പോയം വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വേർഡ് മീനിങ്സ് സ്റ്റാൻസ ബൈ സ്റ്റാൻസ കൊടുത്തിട്ടുണ്ട്. അത് റെഫർ ചെയ്യുക, അത് പഠിച്ചു വെക്കുക. അതോടൊപ്പം എന്ത് ചെയ്യുക, പോയം പലതവണ വായിക്കുക. ഓക്കെ, പോയട്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പോയട്രിക്ക് സ്റ്റാറ്റിക് മീനിങ് അല്ല, അതായത് നിശ്ചലമായിട്ടുള്ള മീനിങ് അല്ല. നമ്മൾ വായിക്കുന്ന ഓരോ തവണയും എന്താണ്, പോയട്രിയുടെ മീനിങ് നമ്മുടെ ഉള്ളിലൂടെ തന്നെ എന്താണ് മാറി മാറി വരും. ഓക്കെ, അപ്പം നമ്മൾ കുറേയധികം മനസ്സിലിട്ട് ചിന്തിച്ചു കൂടി രൂപപ്പെടുത്തേണ്ട മീനിങ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ പോയത്തിനുള്ളത്. കാരണം ഇത് ടാഗോറിൻ്റെ പോയങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, ഒരു ഫിലോസോഫിക്കൽ അല്ലെങ്കിൽ സ്പിരിച്വൽ നേച്ചറുള്ള പോയംസ് ആണ് ഇതെല്ലാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ വായിച്ചാൽ നമുക്ക് ആശയം കിട്ടില്ല. എന്ത് ചെയ്യാണ്, നമുക്ക് വേർഡ് മീനിങ്സ് ഉണ്ടായതുകൊണ്ടും കാര്യമില്ല, നമ്മൾ പലതവണ ഈ പോയം എടുത്തെടുത്ത് വായിക്കണം, അത് മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിക്കണം. നമ്മൾ കണ്ടിട്ടുള്ള യൂണിവേഴ്സിൻ്റെ വണ്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുകയും വേണം. ഓക്കെ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവുന്നത് എന്താണ്, ഒരു കടൽ സീ കണ്ടിട്ടുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ നമ്മൾ നൈറ്റ് സ്കൈ ഒക്കെ വാച്ച് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് നൈറ്റ് സ്കൈ വാച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സീനെ ഒബ്സർവ് ചെയ്യുമ്പോഴും നിരീക്ഷിക്കുമ്പോഴും ഒക്കെ എന്താണ്, നമുക്കതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടാണ് തോന്നുക അല്ലേ. ഇപ്പം നമ്മളൊരു ഫോറസ്റ്റിലൂടെ ട്രാവൽ ചെയ്യുന്നു, അതൊക്കെ നമുക്ക് വളരെ എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് നമ്മുടെ പോയിറ്റിനും ഉള്ളത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് മനസ്സിലാക്കണമെങ്കിൽ നമ്മളും കുറച്ച് എന്ത് ചെയ്യണം, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ തോട്ട്സിലേക്ക് ഇത്തരം നമുക്കറിയാവുന്ന എന്താണ് വണ്ടേഴ്സ് ഓഫ് ദി യൂണിവേഴ്സിനെ കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ ഈ പോം പഠിക്കുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് നമുക്കതിൻ്റെ മീനിങ്ങിലേക്ക് പോയിറ്റിനോടൊപ്പം എത്തിച്ചേരാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പോം ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് വേർഡ് മീനിങ്സ് പഠിക്കുക, അതുപോലെ തന്നെ പോം പലതവണ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് വായിച്ച് നോക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്തേക്കുക. ഓക്കെ.